നമസ്കാരം. ആറ്റുകാലിൽ യുവതി ജീവനൊടുക്കിയത് ഭർത്താവിന്റെ പീഡനം മൂലമെന്ന് പരാതി. 27-കാരിയായ ആരതിയെയാണ് ഇന്നലെ രാത്രി ആറ്റുകാലിലെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അതുൽ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ ചിത്രങ്ങൾ അമ്മയ്ക്ക് അയച്ചു നൽകിയതിനു ശേഷമാണ് ആരതി ജീവനൊടുക്കിയത്. വിവാഹ സമയത്ത് ആരതിക്ക് നൽകിയ 50 പവൻ സ്വർണം വണ്ടി വാങ്ങാനെന്ന പേരിലും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇയാൾ പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ട ശേഷവും പണം ആവശ്യപ്പെട്ട് ആരതിയെ ശാരീരികമായി ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. ശരീരം മുഴുവൻ മർദ്ദനമേറ്റ പാടുകൾ ആരതി അമ്മയ്ക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുമായിരുന്നു. ഇന്നലെ വൈകിട്ടും ഇയാൾ ആരതിയെ മർദ്ദിച്ചതായി കുടുംബം ആരോപിക്കുന്നുണ്ട്. ഭർത്താവ് വീട്ടിലുള്ള സമയത്താണ് ആരതി ജീവനൊടുക്കിയത് എന്നതാണ് ഏറ്റവും വലിയ ദുരൂഹത. വീടിന് പുറത്ത് ഇരിക്കുകയായിരുന്ന ഇയാൾ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ആരതി അമ്മയെ വിളിച്ച് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അമ്മയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ഭർത്താവിന്റെ മുൻകാല ബന്ധങ്ങൾ, ആത്മഹത്യകൾ, നിലവിലെ സാമ്പത്തിക ഇടപാടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണ പരിധിയിൽ വരും. പെൺകുട്ടിയുടെ മരണത്തിൽ ഭർത്താവിന്റെ പങ്ക് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. വിവാഹത്തിന് മുൻപ് ഇയാൾക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നതായും വിവാഹ നിശ്ചയം നടന്നിരുന്നതായും തങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്ന് ആരതിയുടെ കുടുംബം പറയുന്നു. ആ പെൺകുട്ടി വിവാഹ നിശ്ചയത്തിന് പിന്നാലെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതെല്ലാം ഈ അടുത്ത കാലത്താണ് തങ്ങൾ അറിഞ്ഞതെന്ന് ആരതിയുടെ കുടുംബം പറയുന്നു. വിവാഹശേഷവും ഇയാൾക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് ആരതി കണ്ടെത്തിയെന്നും സൂചനയുണ്ട്. ചില ചിത്രങ്ങളും തെളിവുകളും ലഭിച്ചതും ഇരുവരും തമ്മിലുള്ള തർക്കത്തിന്റെ ആക്കം കൂട്ടാൻ കാരണമായി എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം അതുൽ വീട്ടിലുള്ള സമയത്തു തന്നെയാണ് ആരതി ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. വീടിന് പുറത്ത് ഇരിക്കുകയായിരുന്ന ഇയാൾ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയാണ് വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കൂടുതൽ പണം ആവശ്യപ്പെട്ടും സ്വർണം ആവശ്യപ്പെട്ടും ആരതിയെ ഭർത്താവ് നിരന്തരം ഉപദ്രവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 50 പവൻ സ്വർണം കൊടുത്താണ് വിവാഹം കഴിപ്പിച്ചത്. പിന്നാലെ ഇത്തരത്തിൽ വീണ്ടും പണം ആവശ്യപ്പെടുകയായിരുന്നു. കാർ വാങ്ങാനെന്ന പേരിൽ സ്വർണം മുഴുവൻ മകൾ നൽകിയിരുന്നു. ഒടുവിൽ വീണ്ടും പണം ചോദിച്ച് ഇത്തരത്തിൽ മകളെ മർദ്ദിക്കുമായിരുന്നുവെന്ന് കുടുംബം പറയുന്നുണ്ട്. എന്തായാലും പെൺകുട്ടിയുടെ മരണത്തിൽ ഭർത്താവിന്റെ പങ്ക് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരണമെന്ന് കുടുംബം പരാതിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, വിവാഹത്തിന് ശേഷമുണ്ടായ ആ ബന്ധത്തെക്കുറിച്ചും കുടുംബം പരാതി പറയുന്നുണ്ട്. ആരതിയുടെ മരണത്തിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിൽ ആരതി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അമ്മയോട് പറയുന്നത്. ഭർത്താവ് മർദ്ദിച്ചതിന്റെ ചിത്രങ്ങൾ അടക്കമാണ് ഇത്തരത്തിൽ ആരതി അമ്മയ്ക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തത്. തൊട്ടു പിന്നാലെയാണ് ജീവനൊടുക്കിയത്. അതേസമയം ആരതി മരിക്കുന്ന ഈ സമയത്ത് തന്നെ ഭർത്താവ് വീട്ടിൽ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും തർക്കമുണ്ടായിരുന്നോ, ഉപദ്രവിച്ചിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇനി പോലീസ് അന്വേഷിക്കുകയാണ്.